നോമ്പിന് പൊതുവെ ആളുകൾ പേഷ്യൻസുകൾ കുറവായിരിക്കും. കൂടുതൽ ആളുകളും ആരാധനകളിലേക്ക് മയങ്ങുന്ന ഒരു സമയമാണ്. കൂടുതലും സ്പിരിച്വലായിട്ട് കാണുന്നത് ഈ ഹെഡേക്ക് പോലത്തെ ബുദ്ധിമുട്ട്, മൈഗ്രെയിന് പോലത്തെ ബുദ്ധിമുട്ട്, അത് കമ്പാരിറ്റീവ്ലി നോമ്പ് സമയത്ത് അധികം ഉണ്ടാവുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മൈഗ്രെയിന് 2 സ്റ്റേജിലായിട്ടുണ്ടാവും. സ്ഥിരമായിട്ട് മൈഗ്രെയിൻ ഉണ്ടാകുന്ന ഒരാളുകൾക്ക് ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് നോമ്പ് തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഒരു 2-3 ദിവസം എന്തായിരിക്കും മൈഗ്രെയിൻ, തലവേദന, ക്ഷീണം, അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിരിക്കും. അതെന്താ വെച്ചാൽ ബോഡി ഒരു ചേഞ്ച് നടക്കണം. മെറ്റബോളിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെക്കാനിസം നമ്മുടെ ബോഡിയിൽ നടക്കും. അഥവാ ഇത്ര കാലം ഏകദേശം ഒരു 11 മാസത്തോളം നമ്മൾ എന്ത് ചെയ്യണം, ഒരേ ടൈപ്പ് ഓഫ് ഫുഡ് ഇങ്ങനെ ഒരേ സമയത്ത് കൃത്യമായിട്ട് കഴിക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ നേരെ ചേഞ്ച് ചെയ്യണം. ഈ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ, ശരീരത്തിൽ എന്ത് ചെയ്യും, അതിൻ്റേതായ മാറ്റങ്ങൾ വന്നുകൊടുക്കും, മെറ്റബോളിക് ഷിഫ്റ്റ് നടക്കും. അപ്പോൾ ഈ ആദ്യത്തെ നോമ്പിൻ്റെ തുടക്കത്തെ ദിവസത്തിൽ ബോഡി അതിനെന്ത് ചെയ്യാണ്, കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. ഈ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യും, ക്ഷീണം, അതുപോലെ തലവേദനയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ഫുഡ് കറക്റ്റ് കഴിക്കണം, അതേപോലെ പ്രോപ്പർ സ്ലീപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുള്ളതാണ്.